അപ്പോൾ ഈ റോട്ടി റെഡിയായി കഴിഞ്ഞു. റോട്ടിക്കുള്ളൊരു സബ്ജി റെഡിയാക്കാണ്. ഇതൊരു നോർമൽ സബ്ജി. നമ്മൾ ഉരുളക്കിഴങ്ങ് ഫീൽഡിൽ നിന്ന് ഗൃഹനാഥന് എടുക്കുന്ന കണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ ചെയ്യാണ്. ടൊമാറ്റോ അരിയുന്നു, ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കാണാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പാത്രത്തിൽ. ജീരകം, മല്ലി, അത് കഴിഞ്ഞ് സവാള. ഇതാണ് ഇവിടുത്തെ യൂഷ്വൽ പ്രോസസ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉരുളക്കിഴങ്ങ് ഇട്ടു. ഉരുളക്കിഴങ്ങ് ഇട്ടു, അതിനകത്തേക്ക് പിന്നെ മല്ലിയില ഇട്ടു, എന്നിട്ട് വീണ്ടും വഴറ്റുന്നു. ഇനി വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചിട്ട് വേവിക്കും. അതാണ് ഇവരുടെ ഉരുളക്കിഴങ്ങ് സബ്ജി, പൊട്ടറ്റോ സബ്ജി. എളുപ്പമുള്ള കറികളാണ്. ഇതാണ് റോട്ടിയുടെ കൂടെ സാധാരണയായിട്ട് കഴിക്കുന്നത്. ഈ പല ടൈപ്പ് ഓഫ് സബ്ജീസിൽ ഒരു സബ്ജി. ബക്ക്വീറ്റ് റോട്ടി റെഡി. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ അടുപ്പിലും കനലിലും വെച്ചും ചുട്ടു, തവയിൽ വെച്ചും ചെയ്തു. പൊട്ടറ്റോ സബ്ജിയും റെഡി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരിത് സ്ഥിരം കഴിക്കുന്ന ഭക്ഷണമല്ലേ. അച്ഛാ വെരി നൈസ്. നന്നായിട്ടുണ്ട് സബ്ജി, പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഇതും കൊള്ളാം, നല്ലൊരു ക്രിസ്പി ടേസ്റ്റും കൂടെ ഉണ്ട്. അച്ഛാ അച്ഛാ അച്ഛാ. അപ്പോൾ ഇവിടുത്തെ കുക്കിംഗ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. നമ്മളുടെ ഗ്രാമത്തിൽ ഞാൻ ഇവിടുന്ന് പോകാൻ പോവാണ്. ഇനി മാലയൊക്കെ ഇടിച്ചാണ് എല്ലാം ചെയ്യിക്കുന്നത്. വെരി ഗുഡ്. ഫുൾ സത്യത. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. കുറേ കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അന്വേഷിച്ച് നടക്കാനുണ്ട്. നല്ല മനോഹരമായ ഗ്രാമമല്ലേ ഇത്, ഈ സ്ഥലവും. അപ്പോൾ എന്തായാലും പോകാം. നമ്മൾ തമ്മിൽ ഇനി വീണ്ടും നാളെ കാണും. അതുവരെ